ഒറ്റപ്പെട്ട ചില ബൂത്തുകളിൽ ഇത്തരം നീണ്ട നിര ഇപ്പോഴും ഉണ്ട് എന്നതൊഴിച്ചാൽ ഏതാണ്ട് മറ്റുള്ള എല്ലാ ബൂത്തുകളിലും ഏതാണ്ട് 3800ഓളം പോളിംഗ് ബൂത്തുകളുണ്ട്. ഇവിടെ ഏതാണ്ട് ഭൂരിഭാഗം പ്രദേശങ്ങളിലും പോളിംഗ് നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 6 മണിക്ക് തന്നെ വോട്ടിംഗ് അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ യന്ത്രം പോളിംഗ് മെഷീൻ സീൽ ചെയ്യുന്ന ഒരു പ്രക്രിയയിലേക്ക് ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെല്ലാം കടന്നിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇത്തരം ബൂത്തുകളിൽ നിന്ന് പോളിംഗ് യന്ത്രങ്ങൾ കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് മാറ്റും. ഇതിനുള്ള പ്രക്രിയകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം 5 മണി വരെ 75% പോളിംഗ് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ 74.26 ആയിരുന്നു കഴിഞ്ഞ തവണ 2021 മലപ്പുറം ജില്ലയിലെ പോളിംഗ് ശതമാനം. എന്തായാലും അത് 80% കടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന നമുക്ക് സൂചന. ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും അവകാശവാദങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികളെല്ലാം മുന്നോട്ട് വന്നു കഴിഞ്ഞു. PK കുഞ്ഞാലിക്കുട്ടി അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. പോളിംഗ് ശതമാനം ഉയരുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളും UDFിൻ്റെ ഒപ്പം വരും എന്നുള്ള ആത്മവിശ്വാസമാണ് PK കുഞ്ഞാലിക്കുട്ടി പ്രകടിപ്പിച്ചത്. നമുക്കറിയാം വിവിധ വിഷയങ്ങൾ. മലപ്പുറം ജില്ല മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മണ്ഡലമാണ്. അതുപോലെ തന്നെ ഏറെ പ്രവാസി വോട്ടർമാരുള്ള മണ്ഡലമാണ്. ഇത്തരത്തിൽ എല്ലാം കൊണ്ടും മലപ്പുറത്ത് മുഴുവൻ പേര് ഏതാണ്ട് വോട്ടർ പട്ടികയിലുള്ള ഏതാണ്ട് മുഴുവൻ പേര് സ്ഥലത്തില്ലാത്തവർക്ക് ബാക്കിയെല്ലാം വോട്ടർ പ്രക്രിയയിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. മലപ്പുറം ജില്ലയിൽ ഈ 70-80% പോളിംഗ് നടന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ള ജില്ലയെ അപേക്ഷിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് മലപ്പുറത്ത് പ്രവാസി വോട്ടർമാർ കൂടുതലാണ്. SIR വന്നതോടുകൂടി വോട്ടർ പട്ടികയിൽ പ്രവാസി വോട്ടുകൾ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവരെല്ലാം ഇപ്പോൾ സ്ഥലത്തില്ല, വിദേശത്താണ്. പശ്ചിമേഷ്യയിലെ സംഘർഷമുണ്ട്. ഇത്തരം കാരണങ്ങളാൽ പ്രവാസി വോട്ടർമാർ വോട്ട് ചെയ്യാൻ എത്തിയിട്ടില്ല. അതിൻ്റെ ഒരു കുറവ് മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചത് എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. എന്തായാലും ഉയർന്ന പോളിംഗിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് ലീഗുള്ളത്. അതേസമയം തിരൂർ പോലുള്ള മണ്ഡലങ്ങളിൽ അട്ടിമറി വിജയം നേടുമെന്ന ആത്മവിശ്വാസം ഇടതുപക്ഷവും പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പൊന്നാനിയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് നടന്നിട്ടുള്ളത്. ഇതുവരത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ കൊണ്ടോട്ടിയിലാണ് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത്. 5 മണിക്ക് തന്നെ കൊണ്ടോട്ടിയിൽ 80% പോളിംഗ് എത്തിയിട്ടുണ്ട്. അതേസമയം പൊന്നാനിയിൽ ഇത് 69% മാത്രമായിരുന്നു. എന്തായാലും അന്തിമ കണക്കുകൾ വരുന്നതോടുകൂടി നമുക്ക് രാഷ്ട്രീയ പാർട്ടികളിലെ കൂടുതൽ പ്രതികരണങ്ങൾ അറിയാൻ കഴിയും.